ഹരേ രാമ ഹരേ കൃഷ്ണ. ഇടവമാസത്തിന് തുടക്കം കുറിക്കുവാൻ പോകുന്നു. 27 നക്ഷത്രക്കാർക്കും സമ്പൂർണ്ണ ഫലം. ഇടവമാസത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ തരത്തിലുള്ള അനുകൂലവും പ്രതികൂലവുമായ മാറ്റങ്ങൾ വന്നു ചേരും. 27 നക്ഷത്രക്കാരിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരിലും ഇടവമാസം ആരൊക്കെയാണ് രാജകീയമായ ജീവിതം നയിക്കുവാൻ പോകുന്നത് എന്ന് നോക്കാം. നവഗ്രഹങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം ഓരോ രാശിക്കാരെയും ബാധിക്കും. ബുധൻ ഈ സമയം മേടരാശിയിലാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ഇടവം 17 മുതൽ ബുധൻ ഇടവം രാശിയിലേക്ക് വന്നെത്തുന്നതാണ്. കൂടാതെ ചൊവ്വയുടെ മീനം രാശി സംക്രമണം ഇടവത്തിലാണ് സംഭവിക്കുവാൻ പോകുന്നത്. ശനി കുംഭരാശിയിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ 27 നക്ഷത്രക്കാരുടെയും പൊതുഫലങ്ങളെക്കുറിച്ച് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം. മേടരാശിയിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് പൊതുവെ വളരെയധികം ഗുണഫലങ്ങളാണ് ഈ ഇടവമാസത്തിൽ വന്നു ചേരുവാൻ പോകുന്നത്. മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ പല മാറ്റങ്ങളും വന്നു ചേരും. ആഗ്രഹിച്ച വിഷയത്തിൽ പഠനം പൂർത്തീകരിക്കുവാനും വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് സാധിക്കുകയും ചെയ്യും. ദാമ്പത്യ ബന്ധത്തിൽ വളരെയധികം സന്തോഷവും വന്നു ചേരുന്നതാണ്. ശുക്രൻ ഇടവമാസത്തിൻ്റെ 2ാമത്തെ ആഴ്ചയിൽ വ്യാഴയോഗത്തെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വളരെയധികം സാമ്പത്തിക ഉയർച്ചയും വന്നു ചേരുന്നതാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക കാൽ, രോഹിണി മകയിരം ആദ്യ പകുതി. ഇടവ രാശിക്കാർക്ക് വരുന്ന 3 നക്ഷത്രക്കാർക്കും ഈ മാസം വളരെയധികം സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരും. കൂടാതെ നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ കടമകളും കൃത്യമായി നിർവഹിക്കുവാനും സാധിക്കുന്നതാണ്. ലോണിൻ്റെ കാര്യത്തിൽ ചെറിയ പ്രതിസന്ധികൾ വന്നു ചേരും. ജീവിത പങ്കാളിക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വിദേശത്ത് ജോലിയുള്ള ആളുകൾക്ക് നാട്ടിൽ തിരിച്ചെത്തുവാനുള്ള ഭാഗ്യം വന്നു ചേരും. ആരോഗ്യ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ രീതിയിലുള്ളത് വന്നു ചേരുവാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും ജോലി അന്വേഷിക്കുന്ന ആളുകൾക്കും വളരെയധികം മോശം സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മിഥുന രാശിയിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് ഇടവമാസത്തിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനും വളരെയധികം ഭാഗ്യങ്ങൾ വന്നു ചേരും. നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് നല്ലതായിരിക്കില്ല. സാമ്പത്തിക സ്ഥിതിയിൽ വളരെയധികം പ്രതിസന്ധികൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഭാഗ്യാനുഭവം മാസത്തിൻ്റെ പകുതിയിൽ മുതൽ അനുഭവിച്ചു തുടങ്ങും. ബിസിനസ്സിൽ പൊതുവെ നേട്ടങ്ങളുടെ ഒരു സമയമാണ് മിഥുന രാശിക്കാരെ കാത്തിരിക്കുന്നത്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർതം കാൽ, പൂയം ആയില്യം. കർക്കിടക രാശിയിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളിലും ദോഷഫലങ്ങൾ നൽകുന്നവയായിരിക്കും. പലപ്പോഴും ധനനേട്ടം ഉണ്ടാവുമെങ്കിലും ഇവയെ എപ്രകാരം കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ വന്നു ചേരും. പഠന കാര്യങ്ങളിൽ വിദ്യാർത്ഥികളായ ആളുകൾക്ക് വളരെയധികം മികവ് പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. പ്രണയിക്കുന്നവർക്ക് വിവാഹത്തിലേക്ക് എത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. സ്വതന്ത്രമായി ചെയ്യുന്ന ജോലികൾ നിങ്ങൾ വളരെയധികം ചെയ്യേണ്ടതായി വരും. ആരോഗ്യ കാര്യങ്ങളിൽ ചെറിയ വിഷമതകൾ വന്നു ചേരുവാൻ ഇടവരും. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ഒന്നാം പാദം. ചിങ്ങരാശിക്കാരിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് ഉപരിപഠനത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. സാമ്പത്തികമായി തരക്കേടില്ലാത്ത ഒരു സമയം എന്നതുകൊണ്ട് തന്നെ പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും വന്നു ചേരില്ല. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വന്നു ചേരുമെങ്കിലും
അവയെ എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. വാഹനം ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. രാത്രിയിലുള്ള യാത്രകളിൽ പ്രത്യേകിച്ചും വളരെയധികം കരുതൽ വേണ്ടിവരും. അമിതമായി പണം ചെലവഴിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം വളരെയധികം നഷ്ടം സംഭവിക്കുവാനും ഇടവരുന്നതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം മുക്കാൽ, അത്തം ചിത്തിര ആദ്യഭാഗം. കന്നി രാശിയിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ വാഗ്ദാനങ്ങൾ എല്ലാം പാലിക്കപ്പെടുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ വളരെയധികം ഉയർച്ച വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ശത്രുക്കൾ വരെ നിങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തും. ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ഏറ്റവും നല്ല സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. സാമ്പത്തികമായി നിങ്ങൾക്ക് വളരെയധികം കരുതൽ വേണ്ടിവരും. അല്ലാത്ത പക്ഷം നഷ്ടങ്ങൾ സംഭവിക്കുവാനും ഇടവരുന്നതാണ്. മകളുടെ വിവാഹാലോചനകൾ പലപ്പോഴും നടക്കാനിടയില്ല. കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര മുക്കാൽ, ചോതി വിശാഖം ആദ്യപാദം. തുലാം രാശിക്കാരിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് നക്ഷത്രനാഥനായ ചൊവ്വയുടെ രാഹുബാധ പലപ്പോഴും ദോഷങ്ങൾ നൽകുന്നതാണ്. പണത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ വളരെയധികം ദോഷഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുക. പല കാര്യങ്ങളും അപ്രസക്തമായിരിക്കും. കുടുംബജീവിതത്തിൽ പ്രതിസന്ധികൾ വളരെയധികം വന്നു ചേരുന്നതാണ്. എന്നാൽ തന്നെ അതിനെ തരണം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം മുന്നേറുവാൻ സാധിക്കുകയും ചെയ്യും. മകളുടെ വീട്ടിൽ താമസിക്കേണ്ട ഒരു സാഹചര്യവും വന്നു ചേരുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ കരുതൽ വേണ്ടിവരും. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം 4-ാം പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചിക രാശിയിൽ വരുന്ന 3 നക്ഷത്രക്കാർക്കും പല രീതിയിലുള്ള തടസ്സങ്ങൾ നേരിടേണ്ടി വരും. പ്രതീക്ഷിച്ച നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നില്ല. പലപ്പോഴും ജോലിയിൽ ആഗ്രഹിച്ച പ്രമോഷൻ ലഭിക്കാതെയും വരും. അച്ഛനിൽ നിന്ന് ധനസഹായം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. സർക്കാർ കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരും. സാമ്പത്തികമായി നിങ്ങൾക്ക് ചെറിയ പ്രതിസന്ധികൾ വന്നു ചേരുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ വന്നു ചേരുകയും കുടുംബാന്തരീക്ഷം മോശമാകുവാനും ഇടവരുന്നതാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യകാൽ. ധനു രാശിയിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് കൂടുതൽ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് ഇടവമാസം. പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. ദുരാരോപണങ്ങളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അനുകൂലമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഈ സമയം ചിന്തിച്ച് മാത്രം എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കേണ്ടതാണ്. അതുകൂടാതെ സാമൂഹിക മാധ്യമങ്ങളുടെ ഉപയോഗവും വളരെയധികം ശ്രദ്ധിച്ചു വേണം. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം അവിട്ടം ആദ്യപാദം. മകര രാശിയിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് വിവാഹത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായ സാഹചര്യമായിരിക്കും വന്നു ചേരുന്നത്. കൂടാതെ യാത്രകൾ പലതും നടത്തേണ്ടതായി വരും. ഏതെങ്കിലും കാര്യത്തിൽ എപ്പോഴും ആശങ്കകൾ വന്നു നിറഞ്ഞു നിൽക്കും. പണത്തിൻ്റെ കാര്യത്തിൽ സ്വന്തം റിസ്കിൽ മറ്റുള്ളവർക്ക് പണം നൽകിയാൽ അത് വളരെയധികം പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരും. നിങ്ങളുടെ വിവാഹാലോചനകൾ ലക്ഷ്യത്തിലെത്തുകയും ചെയ്യും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് മകരം രാശിക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം ആദ്യപാദം, ചതയം പോരുരുട്ടാതി മുക്കാൽ. കുംഭരാശിയിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളാണ് ഈ സമയം വന്നു ചേരുന്നത്. വരുമാനത്തോടൊപ്പം തന്നെ നിങ്ങളുടെ മറ്റു ജോലികളിൽ നിന്നുള്ള വരുമാനവും നിങ്ങളെ തേടി വരും.
കലാ സാഹിത്യ മേഖലകളിൽ നിങ്ങൾക്ക് വളരെയധികം അംഗീകാരം ലഭിക്കുകയും ചെയ്യും. എന്നാൽ രാശിനാഥന് രാഹുയോഗം ഉള്ളതിനാൽ പലപ്പോഴും ചെറിയ ചെറിയ തടസ്സങ്ങൾ വന്നു ചേരുകയും രോഗാവസ്ഥകളും ഇവർക്ക് വന്നു ചേരുവാനും ഇടവരും. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ധന നേട്ടം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി ആദ്യ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മീനരാശിയിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് ശുക്രന്റെ മൗഢ്യം മോശം ഫലങ്ങളാണ് സമ്മാനിക്കുക. പലപ്പോഴും ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഇതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുമെങ്കിലും കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിച്ചു വേണം നിങ്ങൾ കൈകാര്യം ചെയ്യുവാൻ. പഠന കാര്യങ്ങളിൽ വളരെയധികം മികവ് പുലർത്തുവാൻ വിദ്യാർത്ഥികളായ ആളുകൾക്ക് സാധിക്കുന്നതാണ്. ബിസിനസ്സിൽ വളരെയധികം അനുകൂലമായ മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. എല്ലാ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളും ഇല്ലാതാവുന്ന ഒരു മാസം കൂടിയാണ് മീനം രാശിക്കാർക്ക് ഈ വരുന്ന ഇടവമാസം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.